അസൽ മുന്തുവോ, അറിവ് മുന്തുവോ, സ്ഥാനം മുന്തുവോ, മാനം മുന്തുവോ എന്ന് ചോദിച്ചാൽ അസലാണ് അടിസ്ഥാനം, അസലാണ് ഫൗണ്ടേഷൻ. ആ അസലിൻ്റെ മുകളിലാണ് നമ്മളെല്ലാ സംഗതികളും ചെയ്യുന്നത്. ചില വീടൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യാനായി ചില എൻജിനീയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ എൻജിനീയേഴ്സ് പറയുന്നത് കേട്ടിട്ടില്ലേ, ഇത് അത്രയൊന്നും പറ്റില്ല, ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇതിൻ്റെ ഫൗണ്ടേഷൻ മോശമാണെന്ന്. ആ ഫൗണ്ടേഷൻ മോശമായാൽ പിന്നെ എന്തായിട്ടും ഒരു കാര്യവുമില്ല. രണ്ട് സംഭവങ്ങളുണ്ടായി. രണ്ടും നടന്നിരിക്കുന്നത് നമ്മുടെ ട്രംപ് മച്ചമ്പിയുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ്റെ വാക്കുകൾ കേട്ടു. ഞാനൊന്നടിച്ചു, അപ്പോൾ ഒന്നടിച്ചു, പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ അടിച്ചു, പിന്നെ രണ്ടടിച്ചു, പിന്നെ മൂന്നടിച്ചു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് യഥാർത്ഥത്തിൽ ഇതിൽ കയറുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയിൽ മുക്കി പൊറോട്ട അടിയായിരുന്നു ജോലി എന്നുള്ളത് കേൾക്കാനിടയായത്. അതുകൊണ്ട് ഓരോ തൊഴിലും ചെയ്യുന്നവർ അതിലേക്ക് വന്നാൽ ആ അസൽ ഗുണം കാണിക്കുക തന്നെ ചെയ്യും. ട്രംപ് ഈ G7 ഉച്ചകോടിക്ക് തുർക്കിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ തുർക്കിയിലേക്ക് പോകുമ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണിയുടെ ഒരു പ്രത്യേക ചിത്രം പങ്കുവച്ചിട്ട് ഇനി അകലം പാലിക്കാൻ ഉത്തരവിറക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു കമൻറ്റോടുകൂടി പങ്കുവച്ചിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അമേരിക്കയുടെ ഒന്നാമനെന്ന് പറഞ്ഞാൽ ലോകത്തെ സാംസ്കാരിക ഔന്നിത്യത്തിൻ്റെ തലതൊട്ടപ്പൻ്റെ അപ്പൻ എന്നൊക്കെയാണ് എല്ലാവരും അടിക്കുറിപ്പ് എഴുതുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് തന്നോട് വല്ലാതെന്തോ ആരാധന മൂത്ത് തന്നിലേക്കെത്താൻ കൊതിക്കുന്ന നിന്നിലേക്കെത്തുവാൻ ദൂരമില്ലാതെയായി എന്നൊക്കെ പറയുന്ന ഒരു മലയാള പാട്ടുണ്ടല്ലോ, അതിനെ അന്വർത്ഥമാക്കും വിധം അങ്ങ് ട്രംപിലേക്ക് എത്താൻ നിൽക്കുന്നത് പോലെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിടുവായൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. പറഞ്ഞിരിക്കുന്നത് ട്രംപുമാണ്. എവിടെയാണ് പ്രശ്നം? അമേരിക്കയുടെ പ്രശ്നമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ? ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണോ? പദവിയുടെ പ്രശ്നമാണോ? പിന്നെന്താ? അടിസ്ഥാനപരമായ ജനറ്റിക് സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്, അസലിൻ്റെ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചിരിക്കുകയാണ്. അതിലെല്ലാ ചൊവ്വയുമുണ്ട്, എല്ലാ ചൊവ്വയും. ഇവിടെ എല്ലാവരും സാമൂഹ്യ മാധ്യമത്തിൽ പലതും പറഞ്ഞതിന് പലതുമൊക്കെ എടുത്തിട്ട് പലരുടെയും പറഞ്ഞ് അവരുടെ ശബ്ദരേഖയും ക്ലിപ്പും ഒക്കെ ഇട്ട് അലക്കുമ്പോഴാണ് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ 1 അസൽ തെളിയിക്കുന്നതാണ് ഈ ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയോ? അമേരിക്കയിലെ ഒരു ഫുട്ബോളർക്ക് റെഡ് കാർഡ് കണ്ടു. റെഡ് കാർഡ് കാണിച്ചാൽ അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല. അത് കളി നിയമമാണ്. ആ കളി നിയമം കാറ്റിൽ പറത്തി ഇപ്പോൾ ഫിഫ ആ കളിക്കാരനെ കളിക്കാനിറക്കുകയാണ്. കളിക്കാനിറങ്ങുന്ന കളിക്കാരൻ്റെ പേര് US സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗൻ. അദ്ദേഹത്തിനാണ് ഒരു വിലക്കുണ്ടായിരുന്നത്. ആ വിലക്ക് നീക്കുന്നതിന് വേണ്ടി അത് ഫിഫയുടെ 27-ാം വകുപ്പ് പ്രകാരമുള്ള ഒരു അച്ചടക്ക നടപടിയാണ്, താൽക്കാലിക ശിക്ഷയാണ്. അത് മാറ്റിവെക്കാനാണ് ഈ പറയുന്ന ഫിഫയുടെ പ്രസിഡൻറ്റിനെ 3 തവണ വിളിച്ച് മാറ്റിവെപ്പിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പുള്ളി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖത്തറിൽ ഫുട്ബോൾ കളി നടക്കുമ്പോഴാണ് എല്ലാം നടക്കാൻ പോകുന്നത്, അറബികളുടെ മുഴുവൻ വൃത്തികേടും നടക്കാൻ പോവുകയാണ്, ലോകകപ്പ് ഫുട്ബോൾ വിഴുങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വളരെ അന്തസ്സോടെ മാന്യമായി ആ രാജ്യത്ത് എല്ലാവരും കളിച്ചു പോയി. ഇപ്പോൾ ഇയാളുടെ രാജ്യത്തേക്ക് കളിക്കാൻ ചെന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താ? സ്വന്തം രാജ്യത്തിൻ്റെ കളിക്കാരനെ റെഡ് കാർഡ് കാണിച്ചതിന് വിളിച്ച് അത് മാറ്റിവെപ്പിച്ച് കളിക്കാനിറക്കുന്നു. ഇനി ചിലപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളെ തോൽപ്പിക്കണമെന്ന് വിളിച്ച് ട്രംപ് നിർദ്ദേശം നൽകുമായിരിക്കും. അതനുസരിച്ച് ചിലപ്പോൾ അമേരിക്ക കപ്പടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇക്കൂട്ടത്തിൽ നമുക്കൊരു ശ്രമം നടത്താം. എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, നമുക്ക് ലോകകപ്പിൽ ഒരു എൻട്രി ഇതുപോലൊന്ന് വിരട്ടി വാങ്ങിച്ചു തരാമോയെന്ന് ചോദിക്കുക. അടുത്ത ലോകകപ്പിൽ ഇതിപ്പോൾ കഴിഞ്ഞു പോയല്ലോ, ഇനിയിപ്പം സെമി ഫൈനലിൽ നേരിട്ട് എന്ന് കയറുന്നതൊക്കെ മോശമല്ലേ? അടുത്ത ലോകകപ്പിൽ നമുക്ക് ട്രംപിനെ ഉപയോഗിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇപ്പോഴേ ഉറപ്പ് വാങ്ങിക്കണം. കാരണം അടുത്ത ലോകകപ്പിൽ പുള്ളി തൊലിയൊക്കെ വീണ പശു പോലെ ഞങ്ങളുടെ മാരാരിക്കുളത്തെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയേക്കുമായിരിക്കും. ഇപ്പോൾ വല്ലതും നടക്കുമെന്ന് നോക്കണം. എന്നാലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ പ്രസിഡൻറ്റിൻ്റെ 2 അസൽ ഗുണങ്ങളാണ്. അമേരിക്കക്കാരെ, നിങ്ങളെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നുന്നു. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ.